ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചക്കക്കുരു മുരിങ്ങയില തോരനാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്കക്കുരു കട്ട് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് കഴിക്കണതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നീളത്തിൽ വേണം കേട്ടോ ചക്കക്കുരു കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതേ ചക്കക്കുരു ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരു നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിലാക്കി എടുക്കരുത്. അതുപോലെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരു ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയിലൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തോരന് വേണ്ടിയിട്ടൊരു ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ചോള ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. ഒരു നുള്ളു മതിയാകും കേട്ടോ, കൂടി പോവേണ്ട. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ കുറവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ അവിയലിനൊക്കെ ചെയ്യില്ല, അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു തേങ്ങ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചക്കക്കുരു ഉണ്ടല്ലോ, അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചക്കക്കുരൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് ഇതുപോലെ നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുരിങ്ങയില ചക്കക്കുരു തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്